ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. ആണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും ഒന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ്. അപ്പൊ ഷാജി വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിവേ ഷാജി ആ പേര് പലർക്കും സുപരിചിതമായിരിക്കും. എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. മലയാളത്തിൽ തന്നെ ഇത്രയും ഫ്രോഡ് ആയിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗർ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ പ്രവീൺ പ്രണവും മല്ലു ഫാമിലിയും ഒക്കെ ആക്ച്വലി ഇവരുടെ ബാക്കിൽ നിൽക്കും. അമ്മാരു ടൈപ്പാണ് ഇവരുടെ സംഭവം. ഇവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. ഇവർക്ക് 5 മക്കളുണ്ട്. ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് ഇവര് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഭർത്താവ് എന്നെയും കുഞ്ഞുങ്ങളെയും തനിച്ചാക്കി ജീവനൊടുക്കി. അതിനുശേഷം എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ എന്റെ ഭർത്താവിന്റെ കട തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടു കൂടി ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടത്. അപ്പൊ അതൊക്കെ കേട്ട് ഇവരോട് സഹതാപം തോന്നി. ഞാൻ അടക്കമുള്ള പല റിയാക്ഷൻ വ്ളോഗേഴ്സും അത് റിയാക്ട് ചെയ്തു. ആ വീഡിയോകൾക്കെല്ലാം അത്യാവശ്യം റീച്ചും കയറി. ഇവരെ 4 ആൾ അറിയാൻ തുടങ്ങി. അതോടെ ഇവർക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കയറി. അതോടെ ഈ പെണ്ണിന്റെ സ്വഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങി. പിന്നെ ഞാൻ മാത്രം അടിപൊളി, എന്റെ ചുറ്റുമുള്ളവരെല്ലാം മോശക്കാര് എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്കായി പെണ്ണ്. പിന്നെ സ്ത്രീക്കാരും കണ്ണി പിടിക്കാണ്ടായി. എല്ലാവരും മോശക്കാരായി സംസാരിക്കാൻ തുടങ്ങി. എന്തിന് ഇവർക്ക് ഇത്രയും റീച്ച് ഉണ്ടാക്കി കൊടുത്ത് നമ്മളെ വരെ മോശക്കാരാക്കി ഇവർ സംസാരിച്ചില്ല സ്വന്തം ചാനൽ വന്നിട്ട്. അതിനും വലുത് വേണ്ടല്ലോ. അതോടെ നല്ല ഹെയ്റ്റും അവർക്ക് കയറാൻ തുടങ്ങി കേട്ടോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്തോ അവിഹിത ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എനിവേ ഞാൻ ഇപ്പൊ ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ഇവരുടെ മെയിൻ ശത്രു എന്ന് പറയുന്നത് സ്വന്തം ഉമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി പൂർത്തിയായി. ഇനിയിപ്പോ സ്വന്തക്കാരിൽ ഷാജിദയുടെ ശത്രുക്കളാവാൻ ആരും ബാക്കിയില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട എല്ലാവരും ശത്രുപക്ഷത്ത് നിർത്താൻ പ്രത്യേകം എടുക്കാനല്ല ഷാജിദക്ക്. അത് ഉമ്മായും കൂടി ആയതോടെ അങ്ങ് പൂർത്തിയായി. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവര് മക്കളുമായി എന്തോ KFC-യിലൊക്കെ പോകുന്ന ഒരു വീഡിയോയിൽ ഉമ്മ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് കേട്ടോക്കാം. അന്ന് രാവിലെ എൻ്റെ ഉമ്മാനായിട്ട് പൊരിഞ്ഞടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ KFC കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലെത്തും. ഞാൻ KFC-ൻ്റെ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് കുറച്ച് കഴിച്ചിട്ടുള്ളൂ. മക്കൾക്ക് മാത്രമേ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ. ചില ആൾക്കാർ ഫുഡിൻ്റെ ഇതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ അല്ല, എൻ്റെ ഉമ്മ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിൽ എൻ്റെ മർമ്മമാണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല. പൈസൻ്റെ കാര്യത്തിൽ മാത്രം അവർ നടപടിയാക്കി ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ കയറി തല്ലിയതിന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്, FIR ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്നേ വരയ്ക്കും അവർ വിളിക്കുക വേറുള്ളത് അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാൻ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. നമ്മൾ കള്ളസാക്ഷി ഒപ്പിട്ടിട്ട് കോടതിയിൽ നമ്മളത് വിലപ്പോവില്ല. കണ്ടു നിന്ന സാക്ഷികൾ പറഞ്ഞത് എന്താ പറയുക, പ്രതികൾ തന്നെ കണ്ടു നിന്നുകൊണ്ട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എൻ്റെ 5 മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ. അപ്പോൾ അവർ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല. വേറെ 2 കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ. ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അത് അവർ മാറ്റിമറിച്ചിട്ട് കണ്ടോയെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എറണാകുളം, കോയമ്പത്തൂർ അങ്ങനെ ഓരോരോ പണിസ്ഥലത്ത് കിടക്കുന്ന ഫ്രണ്ട്സുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാക്ഷി ഒപ്പിട്ടിട്ട് അവരെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം? അവർ പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്കുക. കോടതി അതൊരു തെളിവേ അല്ല. പിന്നെ അങ്ങോട്ട് വരെ യൂട്യൂബ് ചാനൽ ഇട്ടങ്ങ് നാറ്റിക്കാമെന്ന് കരുതി അല്ലേ? നല്ല കാര്യം. അപ്പൊ സംഭവം എന്താ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. അതായത് ഉമ്മയുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിന് പുറത്ത് ഉമ്മ തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും ഉമ്മയുടെ ആങ്ങളയുടെ മകൻ തന്നെ കയറി തല്ലി എന്നൊക്കെയാണ് ഇവിടെ ഷാജിദ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ അവസാനം എന്താക്കി ഷാജിദ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഷാജിദക്ക് അനുകൂലമായ സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും വില പോകില്ല എന്നാണ് പോലീസുകാർ പറയുന്നത് പോലും. പിന്നെ വേണമെങ്കിൽ കള്ളസാക്ഷികൾ ഒപ്പിച്ച് വരാനൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഷാജിദ ഇപ്പൊ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുമല്ലോ പാവം പെണ്ണ്, അവസ്ഥ നോക്കി നിങ്ങളും വീട്ടിൽ നിന്നൊക്കെ അടിച്ചിറക്കാന്ന് പറഞ്ഞാണെങ്കിൽ 5 മക്കളെയും കൊണ്ട് ആ പെണ്ണിന് എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? ഞാനും പണ്ട് ഇവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പുറത്താക്കിയതിന് പിന്നിലുള്ള കാരണം പരിശോധിച്ച് നോക്കി കഴിഞ്ഞാണെങ്കിൽ അതിനുള്ള കാരണം ഇവര് തന്നെയാണ് ഉണ്ടാക്കി വെച്ചത്. എന്തെങ്കിലും ഉടായ്പ കാണിക്കേണ്ട എന്തായാലും വീട്ടിൽ നിന്ന് പുറത്താക്കില്ലല്ലോ. അപ്പൊ എന്തിനു ഇവര് വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഉത്തരം നിങ്ങൾ തേടി വേറെ എങ്ങോട്ടും പോകണ്ട. ഇവര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെയ്യുന്ന വീഡിയോസ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഇവരുടെ സ്ഥിരം ഫോളോവർ എന്നല്ലേ കേട്ടോ. എനിക്ക് ഇവരുടെ വീഡിയോസ് ഇട്ട് കാണാനും താല്പര്യമില്ല. പിന്നെ ഈ ഒരു വിഷയം ഇങ്ങനെ ഏറെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇവരുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്
സ്വന്തം ചാനൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് സ്വന്തം ഉമ്മയെയും സ്വന്തം സഹോദരികളെയും കുറിച്ച് കുറ്റം പറയൽ മാത്രമാണ്. സംഭവം പറയുന്ന ഷാജിദയുടെ ഉമ്മക്ക് ഷാജിദയേക്കാൾ സ്നേഹം ഷാജിദയുടെ സഹോദരിമാരോടാണ്. ഷാജിദയുടെ ഉമ്മ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീയാണ്. അപ്പൊ ജോലി കഴിഞ്ഞ് വന്നാണെങ്കിൽ ഷാജിദയേക്കാളും കൂടുതലും കയറിങ് സ്നേഹവും ഈ അഞ്ചത്തിമാരോടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു കോംപ്ലക്സ് ഷാജിദക്ക് ഉമ്മയോടുണ്ട്. അപ്പൊ അതിങ്ങനെ എപ്പോഴും വീഡിയോകളിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഷാജിദ. അതിനിടയ്ക്ക് ഈ പറയുന്ന ഷാജിദ മക്കളെയും കൊണ്ട് കോയമ്പത്തൂർ എന്തോ ചുറ്റിയടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ വ്ളോഗുമായി ബന്ധപ്പെട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതിനിടയ്ക്ക് പതിവ് പോലെ ഇവർ ഈ ഉമ്മയും സഹോദരിയും കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. ഇത് കേട്ട ഉമ്മ അവരോട് തിരിച്ചെന്തോ പറയാനും തുടങ്ങി. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. പെങ്ങള് എനിക്ക് പ്രഗ്നന്റ് ആയി എന്റെ ഇക്ക മരിച്ചപ്പോ എനിക്ക് ഗർഭം ഉണ്ടാക്കിയവള് അവളുടെ മകള് തള്ളെ പിറുവിറുക്കണ്ട. പിറുവിറുക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിടും തള്ളെ. പിറുവിറുക്കണ്ട. ഓക്കെ, ഇതാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത്. എന്തോ അനുജത്തിനെയും വെച്ച് എന്തോ കുറ്റം പറയാൻ പോയതായിരുന്നു ആശാത്തി. ഇത് ഉമ്മ കേട്ട് ഉമ്മ തിരിച്ചെന്തോ പറഞ്ഞു. അന്നേരമുള്ള ഷാജിദിന്റെ മറുപടി നിങ്ങൾ കേട്ടല്ലോ. തള്ളെ പിറുപിറുക്കല്ലേ, പിറുപിറുത്ത് ഞാൻ വീഡിയോ എടുത്തിടുന്നു ഇങ്ങനെ പറയുന്നുണ്ടല്ലേ. ഇനി അങ്ങോട്ടുള്ള സംസാരം നിങ്ങൾ എന്നെ ഒന്ന് കേട്ടു നോക്കി. വായു പിറുപിറുക്കാണ്ടിരുന്നാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും. പിറു 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. ഞാനിവിടെ വോയിസ് കൊടുക്കാണ്. ഞാൻ ഇവിടെ വോയിസ് കൊടുക്കാണ്. ഇരിക്കണം. എന്തിനാ എന്നെ പിറുപിറു പറയണ്? എന്താ പ്രാന്തുണ്ടോ നിങ്ങക്ക്? അപ്പൊ നമ്മള് എന്താ പറയാ, അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് കേട്ടോ നമ്മള് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവ് തന്നെയാണ്. എന്റെ മാനം പോവും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. എന്റെ തള്ളയല്ലേ എന്നുള്ളത് എന്റെ മാനം പോവേ പബ്ലിക്കായിട്ട് കണ്ടാലേ. പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം ഉമ്മയോടാണ് പറയുന്നത്. തള്ളേ നിങ്ങളുടെ ചെട്ടി ഡാൻസ് ഞാൻ പുറത്തു വിടുന്നൊക്കെ. സ്വന്തം ഉമ്മയുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോ നാളെ വരെ ഉമ്മാനെ ചെട്ടി ഡാൻസ് പുറത്തു വിടുവോ പറയാൻ പറ്റില്ല. ഷാജിദ് ആയതുകൊണ്ട് ചിലപ്പോൾ പുറത്തു വിടായിരിക്കും. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണല്ലോ. സ്വന്തം ഉമ്മയുടെ ഷെഡ് ഡാൻസ് വരെ വീഡിയോ പകർത്തി സൂക്ഷിച്ചു വെച്ചവളൊക്കെ എന്താണ് ഞാൻ വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. നമ്മൾ വീട്ടിനുള്ളിൽ ഒരു പ്രൈവറ്റ് സ്പേസിലൊക്കെ ആകുന്ന സമയത്ത് പലതും കാണിച്ചു കൂട്ടാറുണ്ട് അല്ലേ. ചിലപ്പോൾ ഉടുമാനില്ലാണ്ട് ഡാൻസ് കളിക്കും, ചിലപ്പോൾ ഷെഡില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ ഇതേമാതിരി വീഡിയോ പിടിക്കാനും പബ്ലിക് ആക്കാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത്തരം കാര്യങ്ങളൊന്നും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല അല്ലേ. ഒന്നാമത് ഇങ്ങനെ ഒരു വോയിസ് ഷാജിദ് പുറത്ത് വിട്ടത് തന്നെ തനി ഊളത്തരാണുള്ളത് പറയാലോ. സ്വന്തം ഉമ്മയെ പബ്ലിക്കിന് മുന്നിൽ നാറ്റിക്കണമെന്ന ഒരൊറ്റ ഇന്റൻഷനോട് കൂടി മാത്രമാണ് ഇവരിങ്ങനെ ചെയ്തത്. വേണമെങ്കിൽ ഈ ഭാഗം അവർക്ക് കട്ട് ചെയ്ത് കളയാമായിരുന്നു. എന്നിട്ടും അത് ഇട്ടതിന് പിന്നിലുള്ള ഇന്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്റെ മാനം പോവും. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ അപ്പനെ പറയണ്ട. അപ്പനെ നിങ്ങൾ നോക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ അപ്പനെ പറയണ്ട. ഞാൻ നോക്കും. എന്റെ അത്ത എന്റെ അടുത്ത് വന്നാൽ ഞാൻ അന്തസ്സായി നോക്കും. വരാൻ പറയും. ഞാൻ എന്റെ വീട്ടിൽ കൊടുന്നിരുത്തും. എന്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. ഞാൻ കൊടുന്നിരുത്തും. നന്നായി അന്തസ്സായി ഷാജി നോക്കും. ഇപ്പൊ ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട്. ഞാൻ നോക്കും. നിങ്ങൾ ആട്ടിവിടണ പോലെ അല്ല എന്റെ അത്താനെ. നിങ്ങൾ ആട്ടിവിട് മടാളും കത്തി എടുത്തിട്ട് ആട്ടിവിടണ അല്ല. പാതുകാപ്പ്. നിങ്ങൾക്ക് എന്തിനാ പാതുകാപ്പ്? നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങൾക്ക് പാതുകാപ്പാൻ. അങ്ങനെ നമ്മള് അവിടെ എത്തി. സൗരിവാളയിൽ എത്തി. ഞങ്ങള് ബസ് ഇറങ്ങിയിട്ട് നേരെ സൗരിവാളയല്ല കേട്ടോ, ഉടയവും വളയാണ്. ആ തള്ള ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. അത് നിങ്ങള് കണക്കാക്കണ്ട. അതങ്ങനെയാണ്. 60 വയസ്സായ ചൊറിയെന്നാ പറയണത്. അപ്പൊ 60 എന്തൊരു അവസ്ഥ ആണല്ലേ. സ്വന്തം ഉമ്മാനെ അഭിസംബോധന ചെയ്യുന്ന കേട്ടില്ലേ. തള്ളേ തള്ളേന്നാണ് വിളിക്കുന്നത്. ഒരമ്മനെ ഏറ്റവും മോശം രീതിയിൽ നമ്മൾ അഭിസംബോധന ചെയ്യാറുള്ളത് തള്ളേന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലേ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഉപ്പാനെ നിങ്ങൾ അടിച്ച് പുറത്താക്കിയില്ലേ, വടിവാള് കൊണ്ട് വെട്ടാൻ നോക്കിയില്ലേ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഷാജിദ് സ്വന്തം ഉമ്മാക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കേൾക്കുന്ന ഉമ്മ തിരിച്ചെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സമ്മതിക്കാതെ ഷാജിദ് ഇങ്ങനെ നൊടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇതിനെല്ലാം പിന്നിൽ ഇവരുടെ ഇന്റൻഷൻ ക്ലിയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക്കിന് മുന്നിലിട്ട് സ്വന്തം ഉമ്മനെ നാട്ടിക്കണം. അതിനുവേണ്ടി ശ്രമിച്ച ഒരാളാണ് ഈ ഷാജിദ ഷാജി. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുന്ന വഴക്കുകൾ പോലും പബ്ലിക്കിന് മുന്നിലിട്ട് പെരുപ്പിച്ച് കാണിക്കുന്നവൾക്ക് എന്താ ചെയ്യേണ്ടത്? എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നോടി ആയിട്ടാണ് ഷാജിദ ഷാജിയെ സ്വന്തം ഉമ്മ വീട്ടിൽ നിന്നും പുറത്താക്കി വാതിലടിച്ചത്. ഈ ഒരു സിറ്റുവേഷനിൽ എന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടും അത് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം സ്വന്തം ഉമ്മ ഷെഡിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോ പകർത്തി സൂക്ഷിച്ച പെണ്ണല്ലേ അവള്. അത് വെച്ച് സ്വന്തം ഉമ്മാനെ ബ്ലാക്ക്മെയിൽ ചെയ്ത പെണ്ണല്ലേ അവള്. നാളെ ഇനി ഇതേപോലെ തന്നെ സ്വന്തം ഉമ്മയും പെങ്ങളും ഡ്രസ്സ് മാറുന്നത് വീഡിയോ എടുത്ത് സൂക്ഷിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അത് വെച്ച് ഇവര് ബ്ലാക്ക്മെയിൽ ചെയ്യില്ല എന്ന് എന്തോ ഉറപ്പ്? അതിലും ഭേദം ഇവളൊക്കെ വീട്ടിൽ കയറ്റാതിരിക്കുന്നത് തന്നെയാണ്.
അറ്റ്ലീസ്റ്റ് ആ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് മനസമാധാനത്തോടെ കഴിയാലോ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഉമ്മയുടെ ആങ്ങളയുടെ മോൻ കയറി തല്ലി എന്നൊക്കെ ഷാജിദ പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ, അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ആക്ഷൻ എടുക്കണം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഷാജിദ കാണിച്ചു കൂട്ടിയ ഉടായ്പ കൊണ്ടൊക്കെ തന്നെയാണ് ഷാജിദക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്. വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഒരു പെണ്ണ് എങ്ങനെയാകരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന ഷാജിദ ഷാജി. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.